ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെയാണ് ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് എന്തൊക്കെയാണ്, കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആദ്യം ഡെഫിനിഷൻ നോക്കാം. വാട്ട് ഈസ് എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സമ്മറി ഓഫ് ബാങ്കിങ് ആൻഡ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് റിക്കൺസൈൽസ് ആൻ എൻറ്റിറ്റീസ് ബാങ്ക് അക്കൗണ്ട് വിത്ത് ഇറ്റ്സ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഓർഗനൈസേഷൻ, ഒരു കമ്പനി അവരുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക ബാങ്ക് റിലേറ്റഡ് ക്യാഷ് ബുക്കിലാണ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തും ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്തും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തെന്നുള്ള വിവരം കിട്ടുന്ന സമയത്തൊക്കെ അവർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ബാങ്കിൻ്റെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ ബാങ്കിൻ്റെ കയ്യിൽ പാസ്ബുക്ക് ഉണ്ട്. നമ്മൾ പൈസ ബാങ്കിലേക്ക് ഇടുന്നതും പൈസ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നതും അതുപോലെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്നതും ഡെബിറ്റ് ആവുന്നതും അവർ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കൊല്ലത്തിൻ്റെ അവസാനം നമ്മൾ കമ്പനീൻ്റെ കയ്യിലുള്ള ബാങ്ക് റിലേറ്റഡ് ക്യാഷ് ബുക്കും ബാങ്കിൻ്റെ കയ്യിലുള്ള പാസ്ബുക്കും എടുക്കും. ഇത് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കുക, എന്തുകൊണ്ടാണ് ക്യാഷ് ബുക്കും പാസ്ബുക്കും എമൗണ്ട് ഡിഫറെൻ്റ് ആയിട്ട് കാണിച്ചത്. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരേ എമൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നത്. അപ്പം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സമ്മറി റെക്കോർഡാണ്. ബാങ്കിങ് ട്രാൻസാക്ഷൻസ് സമ്മറി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. The statement outlines the deposit, withdrawal and other activities affecting bank account for a specific period. ഒരു സ്പെസിഫിക് പീരീഡിലേക്കുള്ള ബാങ്കിലുള്ള ഡെപ്പോസിറ്റുകൾ, വിഡ്രോവലുകൾ, അതുപോലെ ബാങ്കിൻ്റെ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസൊക്കെയാണ് നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നത്. എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ യൂസ്ഫുൾ ഫിനാൻഷ്യൽ ഇൻറ്റേർണൽ കൺട്രോൾ ടൂൾ യൂസ്ഡ് ടു കൺട്രോൾ ഫ്രോഡ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഇൻറ്റേർണൽ കൺട്രോൾ ടൂളാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രോഡും എററും മാൽ പ്രാക്ടീസസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് മാച്ചസ് the cash balance on a company's balance sheet to the corresponding amount in its bank statement. കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള ബാങ്കിൻ്റെ ബാലൻസും അതുപോലെ ബാങ്കിൻ്റെ കയ്യിലുള്ള പാസ്ബുക്കിൻ്റെ ബാലൻസ് എമൗണ്ടും മാച്ച് ചെയ്തെങ്ങാണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. Reconciling the two account helps determine if accounting changes are needed. നമ്മളിങ്ങനെ മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ബാങ്ക് റീകൺസിലിയേഷൻസ് ആർ completed at regular intervals to ensure that the company's cash records are correct. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെഗുലർ ഇൻ്റർവെല്ലിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കമ്പനീൻ്റെ ക്യാഷ് റെക്കോർഡ് കറക്റ്റാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ദേ ഓൾസോ ഹെൽപ്പ് ഡിറ്റക്ട് ഫ്രോഡ് ആൻഡ് എനി ക്യാഷ് മാനിപ്പുലേഷൻസ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫ്രോഡും മാനിപ്പുലേഷൻസും എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എൻഷുവേഴ്സ് payment have been processed and cash collections have been deposited into the bank. നമ്മൾ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് ബാങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടുകളൊക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. The reconciliation statement helps identify differences between
ബാങ്ക് ബാലൻസസ് ആൻഡ് ബുക്ക് ബാലൻസ്. കമ്പനീൻ്റെ കയ്യിലുള്ള ബാങ്കിൻ്റെ ബുക്കിൻ്റെ ബാലൻസും ബാങ്കിൻ്റെ കയ്യിലുള്ള പാസ്ബുക്കിൻ്റെ ബാലൻസും തമ്മിലുള്ള ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. An accountant typically processes reconciliation statement once a month. സാധാരണഗതിയിൽ അക്കൗണ്ടൻ്റ് മാസത്തിലൊരിക്കലാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. A bank reconciliation statement summarizes banking and business activity, reconciling an entity's bank account with its financial record. കമ്പനീൻ്റെ റെക്കോർഡ്സും ബാങ്കിൻ്റെ കയ്യിലുള്ള റെക്കോർഡ്സും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് റീകൺസൈൽ ചെയ്തിട്ടാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇതൊരു സമ്മറി റെക്കോർഡാണ്. രണ്ടാമത്തത്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൺഫേം ദാറ്റ് payments have been processed and cash collections have been deposited into a bank account. നമ്മൾ ചെക്ക് ഉപയോഗിച്ചിട്ട് നടത്തിയിട്ടുള്ള പേയ്മെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടൊക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. മൂന്നാമത്തത്, all fees charged on an account by a bank must be accounted for on a reconciliation statement. ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള ചാർജ്, ബാങ്ക് ചാർജസ് എന്ന് പറയുന്ന എമൗണ്ട് കൃത്യമായിട്ട് നമുക്ക് ക്യാഷിൻ്റെ ബുക്കിലും കൂടെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. ലാസ്റ്റത്തത്, ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് the balance on a bank reconciliation statement should equal the ending balance of the bank account. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസുമായിട്ട് മാച്ച് ചെയ്യണം. ഇതാണ് മീനിങ് ഓഫ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് BRS involves the process of identifying the transactions individually and matching it with the bank statement such that the closing balances of the bank in book matches with the bank statement. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോരോ ട്രാൻസാക്ഷൻസിനും ഇൻഡിവിജ്വലി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനും പാസ്ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷന് മാച്ച് ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് സെയിം ആക്കുന്നു. ഫോർ വൺ വിച്ച് ഈസ് നോട്ട് മാച്ചഡ്, സ്യൂട്ടബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓർ കറക്ഷൻസ് വിൽ ബി ഡൺ ഇൻ ദ ബുക്ക് ടു മാച്ച് ഇറ്റ്. ഇനിയിപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരേ എമൗണ്ട് രണ്ടിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റും കറക്ഷൻസും നടത്തിയിട്ട് നമ്മൾ അതിനെ മാച്ച് ചെയ്യും. അപ്പം ഇതാണ് ബാങ്ക് റീകൺസിലിയേഷൻ്റെ പ്രൊസീജിയർ. നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് മാച്ച് ചെയ്യുന്ന ഐറ്റംസൊക്കെ നോക്കി മാച്ച് ചെയ്യും. മാച്ച് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കറക്ഷൻസൊക്കെ നടത്തിങ്ങാണ്ട് നമ്മൾ രണ്ടും മാച്ച് ചെയ്യും. ഇനി നമുക്ക് സ്റ്റെപ്സ് ടു പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എങ്ങനെയാണ് നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ആദ്യത്തെ സ്റ്റെപ്പ്, ഇനീഷ്യൽ ചെക്ക്. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? കമ്പനീൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ക്യാഷ് ബുക്ക് ഉണ്ട്, ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനീഷ്യൽ ചെക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, കമ്പയർ ദ റെക്കോർഡ് ഇൻ കമ്പനീസ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ലെഡ്ജർ ക്യാഷ് അക്കൗണ്ട്. കമ്പനീൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പാസ്ബുക്കിലും ക്യാഷ് അക്കൗണ്ടിലുള്ള എമൗണ്ടുകളെ കമ്പയർ ചെയ്യുക. ചെക്ക് ഓഫ് റെക്കോർഡ്സ് ദാറ്റ് മാച്ച്. ചെക്ക് വെദർ ഓൾ റെക്കോർഡ്സ് ഇൻ ലെഡ്ജർ ക്ലിയർ ദ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. റീകൺസിലിയേഷൻ അറ്റ് ദിസ് സ്റ്റേജ് റിമൂവ്സ് മേജർ ഫോൾട്ട്. അപ്പം നമ്മൾ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മളെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും മാച്ച് ചെയ്ത് നോക്കും. ഈ സ്റ്റേജിൽ നമുക്ക് വലിയ വലിയ ഫോൾട്ടുകളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മൾ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേങ്കിൽ ക്യാഷ് ബുക്കിലേക്ക് മാറ്റി എഴുതിയ സമയത്ത് എഴുതാൻ മറന്നു പോയതായിരിക്കും.
അങ്ങനെയുള്ള തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇനീഷ്യൽ ചെക്ക് എന്ന് പറയുന്നത്. രണ്ടും മാച്ച് ചെയ്ത് നോക്കുന്ന സ്റ്റെപ്പ്. രണ്ടാമത്തത് ഡെപ്പോസിറ്റ് ചെക്ക്. വൺസ് ദ ഇനീഷ്യൽ ചെക്ക് ഈസ് കംപ്ലീറ്റ്, മാർക്ക് ഓൾ ഐറ്റംസ് റിമൈനിങ് ഇൻ ദ ലെഡ്ജർ. നമ്മൾ മാച്ച് ചെയ്തിട്ട് ബാക്കി വന്ന ഐറ്റംസ് ഇല്ലേ, മാച്ചിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഐറ്റംസ്, അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ആഡ് എനി ട്രാൻസിറ്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടഡ് ഇൻ ലെഡ്ജർ ദാറ്റ് മൈറ്റ് നോട്ട് അപ്പിയർ ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അക്കൗണ്ട്സ് ഇൻ ട്രാൻസിറ്റ്, അതായത് ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിലേക്ക് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ബാങ്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അവർ ഇതുവരെ ആയിട്ടും ആ എമൗണ്ട് കളക്ട് ചെയ്തിട്ടില്ല. അതാണ് ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ. അപ്പം നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ ബാങ്കുകാർ ഇതുവരെ കളക്ട് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ പാസ്ബുക്കിൽ വന്നിട്ടില്ല. ഇത് ഡിഫറൻസിനുള്ളൊരു റീസണാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ, ട്രാൻസാക്ഷൻസ് ഇൻ ട്രാൻസിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഹെൻസ് ദ കേസ് ഓഫ് ട്രാൻസിറ്റ് ഡെപ്പോസിറ്റ് occurs due to transaction made just before bank holidays or non-working hours. അങ്ങനെ നമുക്ക് ഡെപ്പോസിറ്റ് ആൻഡ് ട്രാൻസിറ്റ് വരാനുള്ള രണ്ട് സാഹചര്യങ്ങളിൽ, ഒന്ന് ഹോളിഡേയ്സിൻ്റെ സമയത്ത് നമ്മൾ ബാങ്കിന് ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വർക്കിംഗ് ഹവേഴ്സിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. Transit deposits are deposits that are currently in pending status and therefore bank statement can't note them. പെൻഡിങ്ങിലുള്ള ട്രാൻസാക്ഷൻസ് ആണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് പാസ്ബുക്കിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കേസ് വന്നത്. അങ്ങനെയുള്ള ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക. 3. Interest earned. Add the interest earned noting accurate interest rates. It applies only to interest bearing accounts. നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് കിട്ടിയ കാര്യം പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അവർ പാസ്ബുക്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെങ്കിൽ ക്യാഷ് ബുക്കിലായ വിവരം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും എമൗണ്ട് ഉണ്ടോ, ബാങ്ക് പാസ്ബുക്കിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ആ എമൗണ്ടിനെ ക്യാഷ് ബുക്കിലും കൂടെ റെക്കോർഡ് ചെയ്യുക. അതാണ് മൂന്നാമത്തത്, ഇൻട്രസ്റ്റ് ഏൺഡ്. നാലാമത്തത് ബാങ്ക് എറേഴ്സ്. ആഫ്റ്റർ ഓൾ ഒഫീഷ്യൽസ് വർക്കിംഗ് ഇൻ ദ ബാങ്ക് ആർ ഹ്യൂമൻസ് ലൈക്ക് അസ്. ബാങ്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ്. അവരോടും എറേഴ്സൊക്കെ സംഭവിക്കും. ദേ മൈറ്റ് മിസ്റ്റേക്കൺലി ഇൻ്റർചേഞ്ച് എൻട്രീസ് ഫോർ 2 ഡിഫറെൻറ്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അവരോട് ചിലപ്പം അക്കൗണ്ട് മാറിപ്പോയിട്ടുണ്ടാവും. ഓർ ദേ മൈറ്റ് റെക്കോർഡ് റോങ് എൻട്രീസ്, അല്ലെങ്കിൽ എൻട്രീസ് എഴുതുന്നത് മാറിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആഡ് ഓർ ഡിലീറ്റ് ബാങ്ക് എറർ അക്കോർഡിംഗ്ലി. അപ്പം ഇങ്ങനെ വന്നിട്ടുള്ള എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ നമ്മൾ ഒഴിവാക്കണം, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. അതാണ് ബാങ്ക് എറർ എന്ന് പറയുന്നത്. ബാങ്കിൽ ഒഫീഷ്യൽസിന് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും എറർ നമ്മൾ ശ്രദ്ധപ്പെടുകയാണെങ്കിൽ ആ എറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അഞ്ചാമത്തത് ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ്. ഡിഡക്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ് ഫ്രം ഓവറോൾ ബാലൻസ്. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ആ എമൗണ്ട് ഇതുവരെ ആയിട്ടും നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരാൾക്കൊരു ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തു, അയാൾ ആ ചെക്ക് കയ്യിൽ പിടിച്ചിരുന്നു, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തില്ല. അപ്പം ഞാൻ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറഞ്ഞു എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അയാൾ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എൻ്റെ ബാങ്കിൽ പാസ്ബുക്കിൽ എമൗണ്ട് കുറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളതിലും എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഡിഡക്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ചെക്ക് ഫ്രം ഓവറോൾ ബാലൻസ്. ഇനി ആറാമത്തത് ചെക്ക് ലെഡ്ജർ എറേഴ്സ്. എ ബാങ്ക് പ്രൊവൈഡ്സ് ഫെസിലിറ്റീസ് ഫോർ വിച്ച് ഇറ്റ് ചാർജസ് ലൈക്ക്
transfer charge, account maintenance charges, late payment charges, etc. Deduct bank service charges from the ledger. ബാങ്ക് നമുക്ക് ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് അവർ നമ്മളുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ആ എമൗണ്ട് അവർ പാസ്ബുക്കിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവും. അത് നമ്മളെ ക്യാഷ് ബുക്കിൽ നിന്നും കുറയ്ക്കണം. അതാണ് ചെക്ക് ലെഡ്ജർ എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ സ്റ്റെപ്പ്, ചെക്ക് റീകൺസിലേഷൻ. ലെഡ്ജർ മേ കണ്ടെയ്ൻ posting a payment that didn't reach completion. Make necessary amendments. Check it carefully before adding in the bank statement. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എല്ലാം കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒക്കെ റെഡി ആണെങ്കിൽ മാത്രം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റി എഴുതിയാൽ മതി. എട്ടാമത്തെ സ്റ്റെപ്പ്, ഇക്വേറ്റ് ഫൈനൽ ബാലൻസ്. ദ ഓവറോൾ ബാലൻസ് മസ്റ്റ് മാച്ച് ടു ഫൈനൽ റീകൺസിലേഷൻ. നമ്മളെ ക്യാഷ് ബുക്കിലെയോ അല്ലെങ്കിൽ പാസ്ബുക്കിലെ ബാലൻസിനോട് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ബാലൻസ് മാച്ച് ചെയ്യുക. അതാണ് ഇക്വേറ്റ് ഫൈനൽ ബാലൻസ്. ഒമ്പതാമത്തെ സ്റ്റെപ്പ്, ജേണൽ എൻട്രീസ്. ആസ് എ പാർട്ട് ഓഫ് ദിസ് പ്രോസസ് യു മൈറ്റ് റിക്വയർ ടു പ്രിപ്പയർ some journal entries to correct errors. These errors are those which interrupt during bank statement and general ledger comparison. നമ്മൾ വരുത്തിയിട്ടുള്ള ചേഞ്ച് അനുസരിച്ചിട്ടുള്ള ജേണൽ എൻട്രീസ് പാസ് ചെയ്യുക, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പം ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിങ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഇനീഷ്യൽ ചെക്ക് നടത്തി, ലെഡ്ജറിലുള്ള എമൗണ്ടൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും എമൗണ്ട് ഉണ്ടോ നോക്കി, ഡെപ്പോസിറ്റ് ചെക്ക്, ട്രാൻസിറ്റ് പെൻഡിങ് സ്റ്റാറ്റസിലുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കി, ഇൻട്രസ്റ്റ് ഏൺഡിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്, ബാങ്ക് എറർ അഡ്ജസ്റ്റ് ചെയ്ത്, ഔട്ട്സ്റ്റാൻഡിങ് ചെക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, ലെഡ്ജർ എറർ അഡ്ജസ്റ്റ് ചെയ്ത്, റീകൺസിലിയേഷന് കറക്റ്റ് അല്ലെന്ന് ചെക്ക് ചെയ്ത്, ബാലൻസിന് ഈക്വേറ്റ് ചെയ്ത്, ലാസ്റ്റ് ജേണൽ എൻട്രി പാസ് ചെയ്തു. അതോടെ നമ്മുടെ സ്റ്റെപ്സ് ഇൻ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൗ ടു പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. There are a number of reconciliation procedures involved in preparing bank reconciliation statement. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡുകളുണ്ട്. ആദ്യത്തേതാണ് റൈറ്റ് അപ്പ് ദ ക്യാഷ് ബുക്ക്. ബിഫോർ അറ്റംപ്റ്റിംഗ് ദ റീകൺസിലിയേഷൻ, റൈറ്റ് അപ്പ് ദ ക്യാഷ് ബുക്ക് ആസ് ഫുള്ളി ആസ് പോസിബിൾ ബൈ യൂസിങ് ദ ഫോളോയിങ് പ്രോസസ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്യാഷ് ബുക്ക് ഒന്ന് വൃത്തിയിൽ എഴുതുക. ഒരു സാധനവും മിസ്സായി പോവാതെ കൃത്യമായിട്ടൊന്ന് എഴുതി ഉണ്ടാക്കുക. അതിൽ ഒന്നാമത്തത്, ലുക്ക് അറ്റ് ദ റിക്കൺസീലിംഗ് ഐറ്റംസ് ഫ്രം ദ പ്രീവിയസ് ബാങ്ക് റീകൺസിലിയേഷൻ. പ്ലേസ് എ ടിക്ക് അഗെയിൻസ്റ്റ് ബോത്ത് ദ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റം. കഴിഞ്ഞ കൊല്ലത്തെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഏതൊക്കെ ഐറ്റംസിനാണ് റീകൺസിലിയേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്, ആ ഐറ്റംസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ കൊല്ലത്തെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഉണ്ടോ നോക്കുക. അത് മാർക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത്തത്, ലുക്ക് അറ്റ് ദ ക്യാഷ് ബുക്ക് പേയ്മെൻറ്റ് ആൻഡ് ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഐറ്റം ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. പ്ലേസ് എ ടിക്ക് അഗെയിൻസ്റ്റ് ബോത്ത് ദ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്തെങ്കിലും ക്യാഷ് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ചെക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ പേയ്മെൻറ്റ് പാസ്ബുക്കിലും അതുപോലെ ക്യാഷ് ബുക്കിലും രണ്ടിലും വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, ടിക്ക് മാർക്ക് ഇടുക. മൂന്നാമത്തത്, ലുക്ക് അറ്റ് ക്യാഷ് ബുക്ക് റെസിപ്റ്റ് ആൻഡ് ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഐറ്റം ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. പ്ലേസ് എ ടിക്ക് അഗെയിൻസ്റ്റ് ബോത്ത് ദ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റം. നമ്മൾ ബാങ്കിലേക്ക് എന്തെങ്കിലും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് കിട്ടിയ ഏതെങ്കിലും റെസിപ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, ടിക്ക് മാർക്ക് ഇടുക. നാലാമത്തത്, ചെക്ക് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എനി ഐറ്റം നോട്ട് ടിക്ക്ഡ് ആൻഡ് പോസ്റ്റ് ദീസ് ടു ദ ക്യാഷ് ബുക്ക്. നമ്മളെ പാസ്ബുക്കിലും ക്യാഷ് ബുക്കിലും നോക്കുക. പാസ്ബുക്കിൽ ഏതെങ്കിലും ഐറ്റം ടിക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാഷ് ബുക്കിലേക്ക് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക. ദീസ് വിൽ ഇൻക്ലൂഡ്
ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആൻഡ് പെയ്ഡ്, ബാങ്ക് ചാർജസ്, സ്റ്റാൻഡിങ് എറർ എക്സെട്ര. പൊതുവേ ഉള്ള സാഹചര്യങ്ങളിൽ ബാങ്കിലുണ്ട്, അതായത് പാസ്ബുക്കിലുണ്ട്, ക്യാഷ് ബുക്കിൽ ഇല്ല എന്നുള്ളത് വരിക. ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബാങ്ക് ചാർജസ് പെയ്ഡ്, ബാങ്ക് ചേഞ്ചസ്, സ്റ്റാൻഡിങ് ഓർഡർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പൊതുവേ വരാറുള്ളത്. ദിസ് പ്രോസസ് ഷുഡ് എൻഷുർ ദാറ്റ് reconciling item relating to receipt and payment on the bank statement but not in the cash book are kept to a minimum before preparing reconciliation statement. ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം? റിക്കൺസിലിയേഷൻ ഐറ്റംസ് റിലേറ്റിംഗ് ടു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്, റെസീപ്റ്റും പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ റിക്കൺസൈൽ ചെയ്യുന്ന ഐറ്റംസ് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് നോട്ട് ഇൻ ദ ക്യാഷ് ബുക്ക് ആർ കെപ്റ്റ് ടു എ മിനിമം. ഏറ്റവും മിനിമം ആയിട്ടുള്ള എമൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തണം. ഇതാണ് റൈറ്റ് അപ്പ് ദ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി പെർഫോം ദ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് റെഡിയാക്കി മേജർ ഡിഫറൻസസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെർഫോം ബാങ്ക് റീകൺസിലിയേഷൻ പെർഫോം ചെയ്യാം. വെൻ the cash book is written up as fully as possible, then proceed with the bank reconciliation steps as follows. ക്യാഷ് ബുക്ക് മാക്സിമം ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തത്, ലൊക്കേറ്റ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ആൻഡ് ഇൻസേർട്ട് ദിസ് ഇൻ ടു ദ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ ടോപ്പ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പാസ്ബുക്കിലുള്ള ബാലൻസ് എത്രയാണെന്ന് നോക്കുക, അത് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും ടോപ്പിൽ റെക്കോർഡ് ചെയ്യുക. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക. രണ്ടാമത്തത്, റൂൾ ഓഫ് ദ ക്യാഷ് ബുക്ക് ആൻഡ് കാൽക്കുലേറ്റ് ദ ബാലൻസ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്ക്, കമ്പനിയുടെ ക്യാഷ് ബുക്കിലുള്ള ഐറ്റംസ് ഒക്കെ നോക്കുക, അതൊക്കെ റെഡിയാക്കിയിട്ട് ക്യാഷ് ബുക്കിലുള്ള ബാലൻസിനെ കമ്പ്യൂട്ട് ചെയ്യുക. മൂന്നാമത്തത്, ലുക്ക് ഫോർ receipt in the cash book which have not been ticked. ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് നമ്മൾ റെസിപ്റ്റുകൾ ഏതെങ്കിലും ടിക്ക് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടോ നോക്കുക. ലിസ്റ്റ് ദീസ് ഓൺ ദ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ റെസിപ്റ്റ് ഇൻ ദ ക്യാഷ് ബുക്ക്, നോട്ട് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഐറ്റംസ് ഒക്കെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ റിസീപ്റ്റ് ഇൻ ദ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഏരിയയിൽ റെക്കോർഡ് ചെയ്യുക. നോട്ട് ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലല്ല, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നോട്ട്, ഇഫ് യു വാണ്ട് ടു മാർക്ക് ദീസ് ഐറ്റംസ് ടു ഷോ യു ഹാവ് ഡെൽറ്റ് വിത്ത് ദം ഇൻ ദ ബാങ്ക് റീകൺസിലിയേഷൻ, യൂസ് എ ഡിഫറെൻറ്റ് മാർക്ക് ടു എ ടിക്ക് as you need to be able to identify them in the next period's reconciliation in step 1 above under write up the cash book. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇങ്ക് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇങ്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ യൂസ് ചെയ്ത സെയിം മാർക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും മാർക്ക് യൂസ് ചെയ്തെങ്ങാണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ഐറ്റംസും കാണിക്കുക. അല്ലാതെ മേലത്തെ സ്റ്റെപ്പിൽ റൈറ്റ് അപ്പ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ ഈ സ്റ്റെപ്പിലും വരുത്തിയ മാറ്റങ്ങൾ ഒന്നായിപ്പോവും. അപ്പോൾ രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി രണ്ട് ഇങ്കോ രണ്ട് ഡിഫറെൻറ്റ് മാർക്കോ യൂസ് ചെയ്യുക. നാലാമത്തത്, ലുക്ക് ഫോർ പേയ്മെൻറ്റ്സ് ഇൻ ദ ക്യാഷ് ബുക്ക് വിച്ച് ഹാവ് നോട്ട് ബീൻ ടിക്ഡ്. നമ്മളെ ക്യാഷ് ബുക്കിൽ നമ്മൾ ടിക്ക് ചെയ്യാത്ത എന്തെങ്കിലും പേയ്മെൻറ്റുകളുണ്ടോ നോക്കുക. ലിസ്റ്റ് ദീസ് ഓൺ ദ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ പേയ്മെൻറ്റ് ഇൻ ദ ക്യാഷ് ബുക്ക്, നോട്ട് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പേയ്മെൻറ്റ്സ് ഇൻ ദ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഹെഡിൻ്റെ താഴത്ത് എഴുതുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴത്തല്ല, പേയ്മെൻറ്റ്സ് ഇൻ ദ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഹെഡിൻ്റെ താഴത്ത് എഴുതുക. എന്നിട്ട് പ്രിപ്പയർ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ബാങ്ക് റീകൺസിലിയേഷൻ ടു അറൈവ് അറ്റ് ദ അഡ്ജസ്റ്റഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ്. എന്നിട്ട് ആദ്യത്തെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പം നമുക്ക് അഡ്ജസ്റ്റഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസ് കിട്ടും. ലുക്ക് അറ്റ് റെസിപ്റ്റ് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഹാവ് നോട്ട് ബീൻ ടിക്ഡ്.
ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഏതെങ്കിലും റെസിപ്റ്റ് നമ്മൾ എഴുതാൻ മറന്നു പോയതുണ്ടോ നോക്കുക, അത് ടിക്ക് ചെയ്യുക. ലിസ്റ്റ് ദീസ് ഓൺ ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ റെസിപ്റ്റ് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഇൻ ദ ക്യാഷ് ബുക്ക്. എന്നിട്ട് ഈ ഐറ്റത്തിന് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ റെസിപ്റ്റ് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഹെഡിൽ എഴുതുക. ക്യാഷ് ബുക്കിലല്ല, റെസിപ്റ്റ് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഹെഡിലാണ് എഴുതേണ്ടത്. അടുത്ത സ്റ്റെപ്പ്, ലുക്ക് അറ്റ് പേയ്മെൻറ്റ്സ് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഹാവ് നോട്ട് ബീൻ ടിക്ക്ഡ്. ഏതെങ്കിലും പേയ്മെൻറ്റ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ടിക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക. ലിസ്റ്റ് ദീസ് ഓൺ ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ പേയ്മെൻറ്റ് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഇൻ ദ ക്യാഷ് ബുക്ക്. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ പേയ്മെൻറ്റ് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഹെഡിൽ റെക്കോർഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ്, പ്രിപ്പയർ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ബാങ്ക് റീകൺസിലേഷൻ ടു അറൈവ് അറ്റ് ദ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ്. എന്നിട്ട് വീണ്ടും ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പം നമുക്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസ് കിട്ടും. യൂസിങ് ദ ടു സ്റ്റേറ്റ്മെൻറ്റ്, അഡ്ജസ്റ്റഡ് പാസ്ബുക്ക് ബാലൻസും ഉണ്ട്, അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് ബാലൻസും ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് കമ്പയർ adjusted bank statement balance and adjusted cash book balance. If the reconciliation procedure has been carried out correctly, then the two figures should be the same. നമ്മൾ ശരിയായ രീതിക്കാണ് റീകൺസിലേഷൻ പ്രൊസീജിയർ നടത്തിയതെങ്കിൽ ഇപ്പം തന്നെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ബാലൻസ് സെയിം ആയിട്ടുണ്ടാവും. ഇഫ് ദ ബാലൻസസ് ആർ നോട്ട് ദ സെയിം, ലുക്ക് ടു സീ ദാറ്റ് യു ഹാവ് ടിക്ഡ് ഓഫ് all items correctly and that there are no arithmetical error to ensure any reconciliation problem are eliminated. എന്നിട്ട് എങ്ങാനും ഇത് മാച്ച് ചെയ്യുന്നില്ല, എമൗണ്ട് ഇപ്പോഴും ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ടിക്ക് മാർക്ക് ചെയ്തിട്ടുള്ളതോ അത് മിസ് ചെയ്ത് പോയിട്ടുണ്ടോ, അരിത്തമെറ്റിക്കൽ എറർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക. അപ്പം ഇതാണ് പെർഫോം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഹെഡ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ്. അപ്പോൾ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എഴുതാനാണ് ഉള്ളത്. ഫോളോയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ റീകൺസിലേഷൻ, ജേണൽസ് ആർ റിക്വയർഡ് ടു പോസ്റ്റ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ദ റീകൺസിലേഷൻ ഐറ്റം. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യണം. ദ ജേണൽസ് വാരി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് റീകൺസിലേഷൻ ഐറ്റം. നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജേണൽ എൻട്രിയിൽ മാറ്റം വരും. ആൻഡ് ടിപ്പിക്കൽ എക്സാമ്പിൾ ആർ ഷോൺ ഇൻ അവർ ബാങ്ക് റീകൺസിലേഷൻ ജേണൽ എൻട്രീസ് പോസ്റ്റ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ബാങ്ക് റീകൺസിലേഷൻ ടെർമിനോളജി നോക്കാം. അതായത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകൾ എന്തൊക്കെയാണ് നോക്കാം. The key terms to be aware of when dealing with bank reconciliation statement are 1. Deposit in transit, cash and or check that has been received and recorded by an entity but which have not been recorded in the records of the bank where the entity deposits the fund. നമുക്കൊരു ചെക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു ക്യാഷ് എമൗണ്ട് കിട്ടിയിട്ട് നമ്മളത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടിയതായിട്ട് കാണിച്ചു. പക്ഷേ എങ്കിൽ ആ ചെക്ക് ഇതുവരെയായിട്ട് ബാങ്ക് കളക്ട് ചെയ്യുകയോ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇഫ് ഇറ്റ് ഒക്കേഴ്സ് at month end, the deposit will not appear in the bank statement and so become a reconciling item in the bank reconciliation. നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടത്തിയത് മന്തിൻ്റെ എൻഡിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരൈറ്റമായിട്ട് ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് മാറും. എ ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് ഒക്കേഴ്സ് when a deposit arrives at the bank too late for it to be recorded that date. ദിവസത്തിൻ്റെ അവസാനത്തിലാണ് ചെക്ക് എത്തുന്നതെങ്കിൽ അവർക്ക് അന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓർ ഇഫ്
the entity mails the deposit to the bank, in which case a mail float of several days can cause a delay. ഇനി എങ്ങാനും കസ്റ്റമർ നമ്മൾ ബാങ്കിലേക്ക് ഈ ചെക്ക് മെയിൽ വഴിയാണ് അയച്ചതെങ്കിൽ അത് ഡിലേ ആവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഓർ ദ എൻറ്റിറ്റി ഹാസ് നോട്ട് യെറ്റ് സെൻഡ് ദ ഡെപ്പോസിറ്റ് ടു ദ ബാങ്ക് അറ്റ് ഓൾ. അല്ലെങ്കിൽ നമ്മൾ ചെക്ക് കിട്ടിയതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റായിട്ട് കാണിച്ചു, പക്ഷേങ്കിൽ ഇതുവരെയായിട്ട് അത് ബാങ്കിലേക്ക് അയച്ചിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ആൻഡ് ട്രാൻസിറ്റ് സംഭവിക്കാം. രണ്ടാമത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് ചെക്ക്. A check payment that has been recorded by the issuing entity but which has not yet cleared in its bank account as a deduction from cash. നമ്മൾ ഒരാൾക്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. ചെക്ക് ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറഞ്ഞതായിട്ട് കാണിച്ചു. പക്ഷെങ്കിൽ അയാൾ ഇതുവരെ ആയിട്ടും ആ ചെക്ക് ബാങ്കിൽ കൊണ്ടു കൊടുക്കുകയോ കളക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പം ആ എമൗണ്ട് ഇതുവരെ നമ്മളെ പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. If it has not yet cleared the bank by the end of the month, it does not appear in the month-end bank statement and so is a reconciling item in the month-end bank reconciliation. മന്ത് ആയിട്ടും ഇതുവരെയായിട്ട് അയാൾ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരൈറ്റമായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ചെക്ക് മാറും. മൂന്നാമത്തത് NSF. A check that was not honored by the bank of the entity issuing the check on the grounds that entity's bank account does not contain sufficient fund. നമ്മളെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ബാങ്ക് നമ്മുടെ ഒരു പേയ്മെൻറ്റ്, ഒരു ചെക്ക് പേയ്മെൻറ്റ് ഹോണർ ചെയ്യൂല. NSF is a acronym for not sufficient fund. നോട്ട് സഫിഷ്യൻറ്റ് ഫണ്ട് എന്നുള്ള വാക്കിന് ചുരുക്കമാണ് NSF. The entity attempting to cash an NSF check may be charged for a processing fee by its bank. നമ്മൾ ബാങ്കിൽ ആവശ്യത്തിന് പണമില്ലാതെ ഉള്ളതിൽ കൂടുതൽ എമൗണ്ടിന് ചെക്ക് ഇഷ്യൂ ചെയ്താൽ ബാങ്ക് ആ ചെക്ക് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് ചാർജ് ചെയ്യും. അതാണ് NSF ചെക്ക്. The entity issuing an NSF check will certainly be charged a fee by its bank. ആരാണോ NSF ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് അവർ ബാങ്കിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നാലാമത്തെ ടേമാണ് ബാങ്ക് ക്രെഡിറ്റ് മെമ്മോ. എ ബാങ്ക് ക്രെഡിറ്റ് മെമ്മോ ഈസ് ആൻ ഐറ്റം on a company's bank account statement that increases a company's checking account balance. ബാങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ബാങ്കിൻ്റെ എമൗണ്ട് ബാലൻസ് കൂടുന്ന സാഹചര്യമാണ് ബാങ്ക് ക്രെഡിറ്റ് മെമ്മോ. എക്സാമ്പിൾ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് മെമ്മോ ഇൻ എ ബാങ്ക് റീകൺസിലിയേഷൻ. സിൻസ് the amount of the bank credit memo has already been added in the bank balance, the bank reconciliation statement will not reconcile unless the amount is also included in the company's general ledger cash account. ബാങ്ക് ഒരു എമൗണ്ട് ബാങ്കിൻ്റെ ക്രെഡിറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ട്, അതായത് ക്രെഡിറ്റ് ആയി എന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് വന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് മാച്ച് ആവില്ല. അപ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിലും ക്രെഡിറ്റ് ചെയ്താൽ മാത്രമേ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് റെഡി ആവുള്ളൂ. To record the bank credit memo, the company will debit cash and credit another account. അങ്ങനെ നമുക്ക് ഈ എമൗണ്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ബാങ്ക് വിൽ ഡെബിറ്റ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് അനദർ അക്കൗണ്ട്. ക്യാഷ് ഡെബിറ്റ് ചെയ്യും, വേറൊരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് എ ക്രെഡിറ്റ് മെമ്മോ ഓഫ് $20 ഫോർ ഇൻട്രസ്റ്റ് ഏൺഡ്. നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് ബാങ്കിൽ പാസ്ബുക്കിൽ എമൗണ്ട് കൂടും. പാസ്ബുക്കിൽ എമൗണ്ട് കൂടുന്നതിനാണ് ക്രെഡിറ്റ് ആവുക എന്ന് പറയുന്നത്. നമ്മൾ ബാങ്കിലേക്ക് പൈസ ഇടുന്ന സമയത്തൊക്കെ ബാങ്ക് അക്കൗണ്ട് പൈസ ക്രെഡിറ്റ് ആയി എന്നാണ് പറയാം.
അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ ഏൺ ചെയ്തു, ബാങ്കിൽ അത് ക്രെഡിറ്റ് ആയി. ദ കമ്പനി വിൽ ഡെബിറ്റ് ക്യാഷ് ഫോർ ₹20 ആൻഡ് ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ₹20. അപ്പോൾ കമ്പനി എന്താ ജേണൽ എൻട്രി ചെയ്താൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 20 എന്ന് എഴുതും. കമ്പനീസ് ക്യാഷ് അക്കൗണ്ട് നീഡ് ടു ബി ഡെബിറ്റഡ് ബിക്കോസ് ഇറ്റ്സ് അസറ്റ് ഹാസ് ഇൻക്രീസ്. കമ്പനി എന്തുകൊണ്ടാണ് ക്യാഷിന് ഡെബിറ്റ് ചെയ്യുന്നത്? കാരണം കമ്പനീൻ്റെ ക്യാഷിൻ്റെ ബാലൻസ് കൂടി, അതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ബാങ്ക് ഡെബിറ്റ് മെമ്മോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് ഡെബിറ്റ് മെമ്മോ ഈസ് എൻ ഐറ്റം ഓഫ് എ കമ്പനീസ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റെഡ്യൂസസ് കമ്പനീസ് ചെക്കിംഗ് അക്കൗണ്ട് ബാലൻസ്. കമ്പനീൻ്റെ ബാലൻസ് റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഡെബിറ്റ് മെമ്മോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുന്ന സമയത്തും ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്, ഫണ്ട് ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. Example of bank debit memo in a bank reconciliation. Since the amount of a bank debit memo has already been subtracted from bank account, the amount must also be subtracted from company's general ledger account. ബാങ്കിൽ നിന്ന് ഓൾറെഡി ആ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, ഡെബിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ ആ എമൗണ്ട് കുറയ്ക്കണം. For example, if the bank statement shows a debit memo of ₹20 for a service charge, it means that the company's general ledger cash account will need an entry that credits cash ₹25. ബാങ്കിൽ നിന്ന് ₹25 കുറഞ്ഞിട്ടുണ്ട്. ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്തൊരു സർവീസിന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ക്യാഷ് ബുക്കിൽ നിന്നും ₹25 കുറയ്ക്കണം. ആൻഡ് ഡെബിറ്റ് ബാങ്ക് ഫീ എക്സ്പെൻസസ് ഓർ മിസ്ലേനിയസ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ എന്താ ജേണൽ എൻട്രി ചെയ്താൽ ബാങ്ക് ഫീ എക്സ്പെൻസ് ഓർ മിസ്ലേനിയസ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുക. കമ്പനീൻ്റെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു. The company's cash account needs to be credited because the company's asset account has reduced. The bank debit the company's bank account balance to reduce the balance because its customers account balance are liability for the bank. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു സംശയമല്ലേ, നമ്മൾ ബാങ്കിലേക്ക് പൈസ നിക്ഷേപിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അവരെപ്പോഴും ക്രെഡിറ്റ് ആയി എന്ന് പറയുന്നത്? ശരിക്കും പൈസ കൂടുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് എന്ന ടേം അല്ലേ യൂസ് ചെയ്യാറ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ അവരുടെ ലയബിലിറ്റിയാണ്, അവരുടെ ബാധ്യതയാണ്. പിന്നീട് നമുക്ക് തരാനുള്ള പൈസ ആയതുകൊണ്ട് ബാധ്യതയാണ്. ലയബിലിറ്റി കൂടുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുക? അതുകൊണ്ടാണ് ബാങ്കിലേക്ക് നമ്മൾ ഓരോ തവണ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തും അവർ ഫണ്ട് ക്രെഡിറ്റായി നമുക്ക് മെസ്സേജ് വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, വെൻ ദ ബാങ്ക് റെക്കോർഡ്സ് a customer bank deposit in cash account and credit its liability account. ബാങ്ക് ഒരു കസ്റ്റമറിൻ്റെ ഡെപ്പോസിറ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ക്യാഷ് ഡെബിറ്റ് ചെയ്യും, അതുപോലെ ലാബിലിറ്റി ക്രെഡിറ്റ് ചെയ്യും. കസ്റ്റമറിൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അവരുടെ ലാബിലിറ്റിയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാണ് അവർ ജേണൽ എൻട്രി ചെയ്യുക. ഹെൻസ് വെൻ ദ ബാങ്ക് പേസ് എ കസ്റ്റമേഴ്സ് ചെക്ക്, the bank's cash is reduced and the bank's liability account customer deposit is reduced. അപ്പോൾ when the bank pays customers check, നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്ത് നമ്മൾ പൈസ പിൻവലിക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ കയ്യിലുള്ള പൈസ കുറയും, ലയബിലിറ്റിയും കുറയും. The bank records this with a credit to cash and debit to customer account. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് പാസ് ചെയ്യും. കസ്റ്റമർ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പാസ് ചെയ്യും. അപ്പോൾ അതാണ് ക്രെഡിറ്റ് മെമ്മോയും ഡെബിറ്റ് മെമ്മോയും. ഇനി അടുത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? An outstanding deposit refers to a company's receipt, cash, check from customer etc. ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ കസ്റ്റമറുടെ റെസിപ്റ്റാണ്, ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ കസ്റ്റമർക്ക് കിട്ടുന്ന റെസിപ്റ്റ്, which have been recorded by the company, but the amount will appear in the bank statement at a later date.
കമ്പനി കിട്ടിയ സമയത്ത് തന്നെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പാസ്ബുക്കിൽ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഡെപ്പോസിറ്റുകളെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. നമ്മുടെ ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് തന്നെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓൾസോ നോൺ ആസ് സി ഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈസ് എ ടൈം ഡെപ്പോസിറ്റ് അറ്റ് എ ബാങ്ക്. ബാങ്കിലുള്ള ഒരു ടൈം ഡെപ്പോസിറ്റാണ് സി ഡി എന്ന് പറയുന്നത്. ക്രെഡിറ്റ് യൂണിയൻ or other financial institution. However, the certificate of deposit cannot be withdrawn until an agreed upon date known as maturity date. Maturity date വരെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റൂല. If a withdrawal becomes a necessity, the financial institution will assess a penalty, usually the loss of interest. മെച്യൂരിറ്റി പീരീഡിൻ്റെ മുൻപേ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കയ്യിൽ നിന്നൊരു പെനാൽറ്റി എമൗണ്ട് ചാർജ് ചെയ്യും. എ ഡെപ്പോസിറ്റർ വിൽ ഏൺ മോർ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ദാൻ ദ എമൗണ്ട് ഏൺഡ് ഓൺ എ സേവിങ്സ് അക്കൗണ്ട് ഓർ മണി മാർക്കറ്റ് അക്കൗണ്ട്. മണി മാർക്കറ്റ് അക്കൗണ്ടിനേക്കാളും സേവിങ്സ് അക്കൗണ്ടിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. The length of a certificate of deposit could be 1 month, 3 months, 6 months, 1 year, 17 months, 3 years, etc. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ചില സമയത്ത് 1 month, ചില സമയത്ത് 3 months, ചില സമയത്ത് 6 months, 1 year, 17 months, 3 year വരെ അവൈലബിൾ ആണ്. Generally, the longer the time until maturity, higher the interest rate. എത്രത്തോളം മെച്യൂരിറ്റി പീരീഡ് കൂടുന്നോ ഇൻട്രസ്റ്റ് എമൗണ്ട് അത്രത്തോളം കൂടും. ദ സി ഡി ദാറ്റ് മെച്യൂർസ് ഇൻ ലെസ് ദാൻ 1 year വിൽ ബി റെക്കോർഡഡ് ബൈ ദ ബാങ്ക് ആസ് എ കറണ്ട് ലാബിലിറ്റി. ഒരു വർഷത്തിൽ കുറവുള്ള സി ഡിനെ നമ്മൾ കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ് കാണിക്കുക. ആൻഡ് വിൽ ബി റിപ്പോർട്ടഡ് ആസ് എ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദ ഡെപ്പോസിറ്റർ. അതുപോലെ തന്നെ ഡെപ്പോസിറ്റർ ആയ ഒരു എമൗണ്ടിനെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണിക്കുക. കാരണം ഒരു കൊല്ലത്ത് കുറഞ്ഞതല്ലേ. പ്രൊവൈഡഡ് ദ എമൗണ്ട് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ ദ ഡെപ്പോസിറ്റർ. കസ്റ്റമർ ഡെപ്പോസിറ്റ്. എ കസ്റ്റമർ ഡെപ്പോസിറ്റ് കുഡ് ബി മണി ദാറ്റ് എ കമ്പനി റിസീവ്സ് ഫ്രം എ കസ്റ്റമർ prior to the company's earning it by providing the customer with goods or service. പ്രീപെയ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനാണ് കസ്റ്റമർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാം. ഇൻ അതർ വേർഡ്സ്, ദ കമ്പനി റിസീവ്സ് ദ അസെറ്റ് ക്യാഷ് ആൻഡ് ഹാസ് ആൻ ഒബ്ലിഗേഷൻ ടു പ്രൊവൈഡ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദ കസ്റ്റമർ ഓർ ടു ദ റിട്ടേൺ ദ മണി. നമുക്കിങ്ങനെയും പറയാം. അതായത് ഒരാൾ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ അസറ്റ് തന്നു, നമ്മൾക്ക് അവർക്ക് സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഹെൻസ് ദ കറണ്ട് ലാബിലിറ്റി അക്കൗണ്ട് കസ്റ്റമർ ഡെപ്പോസിറ്റ് ഈസ് ക്രെഡിറ്റഡ്. അതായത് നമുക്കൊരു കറണ്ട് ലാബിലിറ്റി ഉണ്ടായി, കസ്റ്റമർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു, ലാബിലിറ്റി കൂടി. When the company earns the deposit amount, the current liability will be debited and the sales revenue will be credited. കമ്പനി ഡെപ്പോസിറ്റ് എമൗണ്ട് ഏൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ജേണൽ എൻട്രി ചെയ്തുക? കറണ്ട് ലാബിലിറ്റീസിനെ ഡെബിറ്റ് ചെയ്യും, സെയിൽസ് റവന്യൂവിനെ ക്രെഡിറ്റ് ചെയ്യും. എ കസ്റ്റമർ ഡെപ്പോസിറ്റ് കുഡ് ഓൾസോ റെഫർ ടു ദ മണി എ ബാങ്ക് റിസീവ്സ് ഫ്രം എ ഡെപ്പോസിറ്റർ. കസ്റ്റമർ ഡെപ്പോസിറ്റ് എന്തുമാവാം? ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റർക്ക് കിട്ടുന്ന എമൗണ്ടും ആവാം. സിൻസ് ദ ബാങ്ക് ഈസ് നോട്ട് ഏർണിംഗ് ദിസ് എമൗണ്ട്, ദ എമൗണ്ട് ഈസ് റെക്കോർഡഡ് ബൈ ദ ബാങ്ക് വിത്ത് എ ഡെബിറ്റ് ഓർ ക്യാഷ്. അതായത് ബാങ്ക് ഈ എമൗണ്ട് ഏൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ബാങ്ക് റെക്കോർഡ് ചെയ്യുക? ഡെബിറ്റ് ടു ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ടു കസ്റ്റമർ ഡെപ്പോസിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കസ്റ്റമർ ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാണ് എഴുതുക. അപ്പം ഇത്രയാണ് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി. ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ചെക്ക്, NSF, ബാങ്ക് ക്രെഡിറ്റ് മെമ്മോ, ബാങ്ക് ഡെബിറ്റ് മെമ്മോ, ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് കസ്റ്റമർ ഡെപ്പോസിറ്റ്.